നമസ്കാരം എല്ലാവർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ചെറിയൊരു ട്രക്കിങ്ങിനാണ്. ഇത് നമ്മുടെ കൊഹിമ ടൗണിൽ നിന്ന് കുറച്ച് അകന്നിട്ട് ഒരു കാട്ടിനുള്ളിലാട്ടോ. ഇതിൻ്റെ പേരാണ് പുലി ബാഡ്സ് എന്ന് പറഞ്ഞിട്ട്, പുലി ബാഡ്സ്. നമ്മൾ ചെറിയൊരു ഓഫ് റോഡിങ്ങും ചെറിയൊരു ട്രക്കിങ്ങിലായിട്ട് വന്ന കേട്ടോ. ജോത്സവ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് കാര്യമൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് വയ്യ ഇറങ്ങിയാണ്. ഇവിടെ ജസ്റ്റ് ഒരു 80 റുപ്യ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 30 റുപ്യ പെർ ഹെഡും പിന്നെ വണ്ടിക്ക് ഒരു 50. അപ്പോൾ അതടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് പോയി നോക്കുകയാണ്. രാവിലെ വരണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ട്രക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നോക്കാം, അവിടെ വരെ പോകാൻ പറ്റും നോക്കാം. എന്തായാലും പോയിട്ട് വരാം. 5 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പം 5 മണിക്ക് മുന്നേ നമ്മൾ താഴെത്തണം. തിരിച്ച് പോയി നോക്കാം. 1 കിലോമീറ്റർ നമ്മൾ കയറി 4 കിലോമീറ്റർ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ആദ്യം പിന്നെ മുന്നിട്ട് കേട്ടോ. നല്ല കാടാണ്, അത്യാവശ്യം നല്ല കാട്ടിലെ കൂടി ചെറിയൊരു ഓഫ് റോഡിങ് കേട്ടോ. വലിയൊരു മാരകമായ ഓഫ് റോഡിങ് ഒന്നല്ല, നല്ല ജില്ലിട്ട വഴികൾ തന്നെയാണ്. നമുക്കിതൊന്നും ഓഫ് റോഡല്ല, പക്ഷെ എന്നാലും പോയി നോക്കാം. ഫുള്ള് കോട കേട്ടോ. ഫുള്ള് കോട മൂടി ഇങ്ങനെ ഇരിക്കുന്ന വഴിയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. 3 കിലോമീറ്റർ ആയി. ഇനിയിപ്പോൾ 2 കിലോമീറ്റർ കൂടെ പോകാൻ. 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കുറച്ച് ട്രക്കിങ് കൂടെ കേട്ടോ. നൈസായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പോയി നോക്കലല്ലേ. യെസ് യെസ്. അങ്ങനെ ഇതാ നമ്മൾ അതിൻ്റെ എൻട്രൻസിലെത്തി കേട്ടോ. എൻട്രൻസ് അല്ല, ടിക്കറ്റൊക്കെ എടുത്ത് കുറേ വന്നിട്ട് നാഗാലാൻഡിൻ്റെ സെയിം സംഭവം കാണാം കേട്ടോ. നമുക്ക് ഐക്കോണിക് ഫ്രെയിമാണ് ഇത്. നാഗാലാൻഡ് എവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ജോത്സവ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലൊക്കെ നമ്മൾ പോകുന്നത് കേട്ടോ. അട്ടാന്ന് പറഞ്ഞാൽ അട്ടയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനധികം നടക്കാൻ നിൽക്കില്ല. ജോസ്മോ എക്കോ ടൂറിസം കാണുന്നുണ്ട്. ഫുൾ അട്ടയാണ്. ഇതിപ്പോൾ ആരും വരാത്ത സീസണാണ്, ഓഫ് സീസണാണ്. പക്ഷെ എന്നാലും നമുക്ക് പിന്നെ വന്ന സമയത്ത് കാണാമെന്നല്ലേ ഓപ്ഷനുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ കയറിയതാണ്. എന്തായാലും ഇങ്ങോട്ട് നമുക്ക് പോകണ്ട കേട്ടോ. പോയി നോക്കാം, നൈസായിരിക്കും. കുറച്ച് ഓഫ് റോഡ് വൈബാണ്. ഇതെല്ലാം കണ്ട കരിങ്കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവര് മറ്റേ ഈ കാളേൻ്റെ കൊമ്പും മറ്റേ സംഭവം ഇവരെ അയക്കണം കേട്ടോ. അടിപൊളിയല്ലേ പാറയിൽ കൊത്തിച്ചിട്ടൊക്കെ. ഹണ്ടിങ് എന്ന് പറഞ്ഞ സാധനം ഇവരെ പിന്നെ രക്തത്തിലില്ലാണ്. ഇതെല്ലാം നല്ല രസമുണ്ട് കേട്ടോ. പഴയ അട്ടക്കല്ലിൽ തീർത്ത സാധനമാണ്. ഇനി നമുക്ക് 2 കിലോമീറ്റർ ഇല്ല, 2 കിലോമീറ്റർ നോക്കാട്ടോ. എന്താ സെയിം സാധനം ഇപ്പുറം ഉണ്ട്. ഒരു കാളേൻ്റെ തലയും എന്നെ മോള് മനുഷ്യനും ആയുധെല്ലാം പിടിച്ചിരിക്കുന്ന കുറേ തലയൊട്ടി. ഇവിടെ ആളുകളെ കൊല്ലുന്ന പിന്നെ ഭയങ്കര ഇതായിരുന്നു. അതായത് എതിർ സ്ഥാനത്തുള്ളവരെ കൊന്നിട്ട് അവ എത്ര തല കൊയ്തെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് അവർക്ക് ഇവിടെ സ്ഥാനമെല്ലാം കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്തെ നാഗാലാൻഡ്. ചെറിയ മഴയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ പോയി നോക്കട്ടെ. മോനെ കിടലം പോലത്തെ കാട കേട്ടാ. ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യോ, മറ്റേ ഹെഡ് ഹണ്ടേഴ്സ് എല്ലാം ഉണ്ടാവും. എന്റെ തലയെല്ലാം കൊയ്തിട്ട് ഇനി ആഘോഷിക്കാൻ അറിയില്ല. പോയി നോക്കാം. കാട് എന്നെല്ലാം വന്നാല് പൊരിഞ്ഞ കാട് കേട്ടാ. കയ്യിൽ പൊലാറുണ്ടല്ലോ. അന്നൊരൊറ്റ ധൈര്യത്തിന് ഞാൻ പോകുന്ന കേട്ടോ. എവിടെ പോയാലും ഞാൻ തിരിച്ചു വരും. ആ ഒരു ധൈര്യമുണ്ട്. നമ്മളങ്ങനെ പോവാണ്. അയ്യോ, എല്ലാം മരെല്ലാം വീണ്ടോ. അത് മുറിച്ച് പീസാക്കി. വായു ആരോ മുറിച്ച് പീസാക്കി. ഒരാൾക്കാരും ഇല്ല കേട്ടോ. ആൾക്കാരൊന്നും ഇല്ലാത്ത കാട്, പെരുങ്കാട്. ഒന്നുമില്ല. നമുക്ക് 1 കിലോമീറ്ററും കൂടെ ബാക്കിയുണ്ട്. കൊള്ളാം 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 കൊള്ളാം. ഓട്ടെ ഓട്ടെ ഓട്ടെ. പച്ചക്കറി അരിയെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചോറെല്ലാം വെക്കണം. ഏടുന്ന് വെക്കണം. ഈ കാട്ടൊന്നും വെക്കാൻ കഴിയില്ല. മൃഗങ്ങളെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സേഫ് അല്ല. ഓ, ഇതെന്ത് ആളൊന്നും പോവായില്ല കേട്ടോ. ഫുള്ള്
പുല്ലും കാടലും നോക്കിയാട്ടെ എന്റെ അമ്മീ. ഇടലം പോലത്തെ കാട് കേട്ടാ, ഇടലം കാടും നല്ല മഴയും നല്ല തണുപ്പും. റോഡെല്ലാം വളരെ മോശമാണ്. ഫുള്ള് ആളൊന്നും പോലില്ല കേട്ടോ, ഫുള്ള് കാടായിട്ട് ഇങ്ങനെ നല്ല റോട്ടുമ്പിലേക്കാ വണ്ടി ഇങ്ങനെ കാട്ടിന് അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ പോകുന്നത്. കുഴപ്പമില്ല, നമുക്ക് അവിടെ പോയി തിരിച്ചു വരാന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ. 5 മണിക്കുള്ളിൽ തിരിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ 500 രൂപ ഫൈനാട്ടാ. അത് ഉച്ചയേ ഉള്ളൂ, സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. മേളെത്തിയിട്ട് മാഗൽ ഉണ്ടാക്കി തന്നിട്ട് വേണമെങ്കിൽ ഓംലെറ്റ് ഒടിയാം. എന്നിട്ട് കണ്ണിലെന്താ പൊടിയെല്ലാം പോയിട്ട്. അങ്ങനെ നമ്മൾ പീക്കിന്റെ മേളിലെത്തി. ഇനി ഇവിടുന്ന് വേറൊരു അടിപൊളി സ്പോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് റോഡ് അടച്ചിട്ടല്ലേ, ഞാൻ കാണിച്ചു തരാം. അത് ഫുൾ അടച്ചിട്ടല്ലേ, ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ നല്ല അടിപൊളി ഒരു വാലി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, അത് അടച്ചിട്ടേ ഉള്ളത്. ഇവിടെ നമുക്ക് നാഗാലാൻഡിന്റെ മറ്റേ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കാണാനുണ്ട്. അതിവിടെ കാണുന്നുണ്ട്, അതൊന്ന് കാണാം. വ്യൂ പോയിന്റിലൊന്നും ഒന്നും കാണുന്നില്ല, ഞാൻ കാണിച്ചുതരാം. ഫുള്ള് മഴയാ, ഇതുണ്ടാ ഫുള്ള് കോട പിടിച്ചിരിക്കാന്ന്, ഫുള്ള് മഴയാ. ഈ വഴിയാണ് ഞാൻ പറഞ്ഞ മറ്റേ സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടാ, അത് അടച്ചിട്ടേ ഉള്ളു ഇവിടെ. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ ഫുൾ ബ്ലോക്ക് ആയിട്ടില്ല. അവര് ഫുള്ള് കണ്ട കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടി. ഇന്ന് വ്യൂ കിട്ടൂല, ഫുള്ള് മഴയാണ്. എന്തായാലും സംഭവം കൊള്ളാം, ചെറിയൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ്. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല മഴ. വണ്ടിയിലെ കുട്ടപ്പനാവട്ടെ, നല്ല ക്ലീനായി കിട്ടട്ടെ. പിന്നെ ഇവിടെ ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് മറ്റേ വില്ലേജിലേക്ക് പോകുന്നൊരു വഴി കേട്ടാ, ആ വഴി അടച്ചിട്ടേ ഉള്ളു. 1.5 കിലോമീറ്റർ ഏകദേശം നടക്കാനുണ്ടായിരുന്നു ഏകദേശം, പക്ഷെ അത് ഫുൾ അടച്ചിട്ടേ ഉള്ളത്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, മഴ ആയതുകൊണ്ടെല്ലാം അടച്ചിട്ടേ ഉള്ളു. ഇവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. സ്റ്റുഡൻസ് രാവിലെ ട്രക്കിങ്ങിന് വേണ്ടി വന്നതാണ്. എല്ലാം അടച്ചിട്ടേ ഉള്ളത്. പിന്നെ ഇവിടെ നാഗാലാൻഡിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ അവരെന്നോടൊന്ന് ചോദിക്കുമത് ഇതെന്താ തുറക്കാത്തത്. എനിക്കറിയില്ല, ഞാൻ തന്നെ ഈ നാട്ടുകാരനല്ല, നമ്മൾ ടൂറിസ്റ്റാന്ന് പറഞ്ഞു. ഇതാ വണ്ടി ഇതാ കരിക്കുന്നത്. എന്തായാലും മേള് വരെ എത്തി. ബട്ട് എന്താ ചെയ്യുക, ബാക്കി കാണാനില്ലേ. ഇത് നമ്മൾ ഓരോ സ്പോട്ടിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ എല്ലാം സങ്കടം ഉണ്ടല്ലോ, സീസൺ അല്ലാത്തതുകൊണ്ട്. മഴയെല്ലാം കുറച്ച് കുറഞ്ഞു കേട്ടോ. പിള്ളന്മാരുടെ മറ്റേ പള്ളിയിലെ പാട്ടെല്ലാം പാടിക്കൊണ്ടിരിക്കുവായിരുന്നു. പിള്ളന്മാരെ പോകണമെന്നില്ലാന്ന് തോന്നുന്നു. അരങ്ങല്ലേ, കുറേ ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം കൂടി, ചെറിയ പിള്ളന്മാരാട്ടോ, എല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങിയതാന്ന് തോന്നുന്നു. എന്ത് ചെയ്യും, അടുത്ത സ്പോട്ട് പിടിക്കാം, വേറെ പരിപാടിയൊന്നും നടക്കൂല. എന്തായാലും പോയാ കേട്ടോ. അവിടെ പണ്ടാറ അതും അടച്ചിട്ടിട്ടാ കണ്ട, അവിടെ കമ്പി വെച്ച് അടച്ചിട്ടേ ഉള്ളത് ആ റോഡ്. ഈ റോഡ് ഓഫ് റോഡ് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കിടിലം പോലത്തെ സ്പോട്ട് ഉണ്ട്, നമുക്ക് എപ്പെങ്കിലും ബേറാട്ടാ, ബേറണം. അത് നല്ല രസമായിരുന്നു ഒരു വാലി കാണാൻ. എൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നല്ല ഇറങ്ങിയില്ല കുറേ സ്ഥലങ്ങളുണ്ട്. വണ്ടി നല്ല ഫ്രെയിമല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ചെറിയ കുളമഞ്ഞും ഇത് കണ്ടോ. നാഗാലാൻഡിൽ മറ്റേ ഇവര് എന്നെ കണ്ടിട്ട് ഓടുക, എന്നെ കണ്ടിട്ടല്ല കേട്ടാ, വണ്ടി കണ്ടിട്ടാ. അതായത് നാഗാലാൻഡില് ഇവരെല്ലായിടത്തും വെക്കുന്നില്ല ആ ഒരു കാളേൻ്റെ തലയുണ്ടല്ലോ, അത് ഈ സാധനത്തിൻ്റെ തലയാട്ടാ. അത് കുറേ ഉണ്ടാവും അടിയിടെല്ലാം, കാട്ടിലെല്ലാം കാണാം. പിന്നെ നമ്മളെ പശുവായിട്ട് നല്ല മാറ്റമുണ്ട്. അത് വണ്ടി കാണുമ്പോൾ ഓടുക, വണ്ടിയൊന്നും അധികം കാണാത്തതുകൊണ്ടായിരിക്കും. വലിയ വണ്ടിയൊന്നും അധികം വരാത്തല്ല. എന്നാലും എനിക്കൊന്ന് വണ്ടികൾ വരത്തുണ്ട്, പക്ഷെ ഇതെല്ലാം ക്ലോസ് ആക്കി വെച്ച് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാലുകൾ വെറുതെ ഒരു ഹൈക്കിങ്ങിന് പോയായിരുന്നു, ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ, വെറുതെ നടന്നിട്ട് വരായിരുന്നു.
സമ്മതിക്കണ്ടേ വരും. അങ്ങനെ ഞാൻ ഇറങ്ങാൻ വേണ്ടി ഇരുന്ന സമയത്ത് കേട്ടാ കുറച്ച് പിള്ളേർ വന്നത്. അപ്പോൾ പിള്ളേർ പറഞ്ഞാൽ നമുക്ക് രണ്ടും കൽപ്പിച്ച് കയറി നോക്കിയാലോ. അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞ പോയേക്കാം വേണ്ടതാ, നമ്മൾ വണ്ടി ലോക്കലും ചെയ്തിട്ട് അവരപ്പുറം അങ്ങ് പോവാട്ടോ. ഒരു 4 പിള്ളേരാണ്, അവരെടുത്ത ലോക്കൽസ് തന്നെയാണ്. എന്തായാലും അവരപ്പുറം കയറി പോവാ. നല്ല കിടിലൻ ഒരു ഫോറസ്റ്റ് ആട്ടാ, നല്ല രസമുണ്ട്. വേറെ കച്ചറയോ പരിപാടി ഒന്നുമില്ല, വളരെ സൈലന്റ്. നമുക്ക് ഈ കാട്ടുപോത്തിനല്ലാണ്ട് വേറെ ഒന്നിനെ കാണാൻ പറ്റില്ല. ഇങ്ങനെ കിടക്കുന്നൊരു കാട് കേട്ടാ, നൈസ് കാട്. വെരി നൈസ് മാൻ. അങ്ങനെ നമ്മളതിൻ്റെ പീക്കിലെത്തിയിട്ടാ. 2300 മീറ്റർ മുകളിലാണുള്ളത് മൗണ്ട് പുലി ബർഡ്സ്. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ്. പണ്ടൊരു ചങ്ങായിയുടെ വന്നതും ഇവിടെ ഒരു പാമ്പിനെ കൊന്നു, ആ പാമ്പ് ഇവരെ ദൈവം പോലെ കരുതുന്നൊരു പാമ്പായിരുന്നു, അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ഐതിഹ്യങ്ങൾ കേട്ടോ. ഇവിടെ നമുക്ക് നാഗാലാൻഡിൻ്റെ മറ്റേ ഐക്കോണിക് സാധനം കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളെ കുരിശുമല പോലെ ഒരു കുരിശാണ് ഇവിടെ ഉള്ളത്. ഇത് ഞാൻ ഇവരെ കൂടിയാണ് കേട്ടോ വന്നത്. ഇവരെ 4 പേരുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുൾ കോടയാണ്. നല്ല കാടും നല്ല അട്ടകളും ഉണ്ട്. പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ബോർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക്കാണ്. എല്ലാവരും ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കഴിച്ച് വേസ്റ്റൊക്കെ വിട്ടിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നമ്മളെ കാട്ടുപോത്തിൻ്റെ ചാണകം എല്ലാം നിറച്ച് കാണാം. ഇതുവരെ ആനപ്പിണ്ടം പോലെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അത് ഈ കാട് നിറച്ച് കാണാം, കാരണം ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. കാടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, വേറൊരു വൈബ് കാട്, കിടിലൻ കോടമഞ്ഞും ഒരുവിധം എന്താ പറയുക, മരങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളിതാ പയ്യെ ഇറങ്ങാനുള്ള പരിപാടി നോക്കാം കേട്ടോ. എന്തായാലും അധിക സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, താഴോട്ട് വ്യൂ ഒന്നും കാണുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും എല്ലാവരും കൂടി താഴോട്ട് വന്ന പോലെ തന്നെ ഇറങ്ങിപ്പോകാനുള്ള പരിപാടി കേട്ടോ. അത് ഇറങ്ങിപ്പോകാൻ വലിയ പ്രശ്നമില്ല, കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 1.2 കിലോമീറ്റർ മാത്രമല്ല കേട്ടോ, 1.5 കിലോമീറ്റർ താഴെ ഉള്ളൂ നമ്മുടെ ട്രക്കിംഗ് എന്ന് പറയുന്നത്. ചെറിയൊരു ട്രക്കിംഗ് കേട്ടോ.
പിള്ളന്മാർ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോഗ്രാഫിയും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോയിൽ എടുത്തു കൊടുത്തു. പിന്നെ നമ്മളൊന്നിച്ചങ്ങ് ഇറങ്ങിയേട്ടാ. ഇറങ്ങിപ്പോന്ന വഴിയെല്ലാം നോക്കിയാട്ടെ എന്ത് മനോഹരമാണെന്ന് നോക്കിയിട്ട്. നമ്മൾ കൊടൈക്കനാലൊക്കെ പോയ പോലെയാണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. പിള്ളേർ പിന്നെ എന്തായാലും എൻ്റെ കൂടെ വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇവരെ കൊഹിമ ടൗണിൽ ഇറക്കാമെന്ന് വിചാരിച്ചോട്ടോ. അപ്പോൾ അവരെയും കൂടെ എങ്ങനെയൊക്കെയോ 4 പേരെ ചുട്ടിക്കൂട്ടി വണ്ടിയിലിട്ട് എങ്ങനെയൊക്കെയോ കൊണ്ടുപോയി. പിന്നെ നമ്മൾ കൊഹിമ ടൗണിലെത്തിയിട്ട് അവരെ ഇറക്കി വിട്ട് ഒരു പയ്യൻ പറഞ്ഞിട്ട് നമ്മളെ യാത്ര തുടർന്നു കേട്ടോ. എന്തായാലും പിള്ളേർമാർക്കൊരു ഹെൽപ്പായി, കാരണം 8 കിലോമീറ്റർ അല്ലെങ്കിൽ അവർക്ക് നടക്കേണ്ട വന്നേനെ. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. ട്രക്കിങ്ങും പരിപാടിയെല്ലാം ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാനിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ സൈഡാക്കി കേട്ടോ. സൈഡാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അകത്ത് വെക്കാൻ വിടുമോയെന്ന് അറിയില്ല. അകത്ത് വെക്കാൻ വിടാൻ ചാൻസ് കുറവാണ്. എന്നാലും ചോദിച്ചു നോക്കാം. ഇല്ലെങ്കിൽ പുറത്ത് അവിടെയുള്ള ഷോപ്പെല്ലാം ഉണ്ട് കേട്ടോ. ഷോപ്പിന് മുമ്പ് തന്നെ ഞാൻ വെക്കാം, കുഴപ്പമില്ല. വെക്കാൻ വിടുമായിരിക്കും, വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഇവരിവിടെ സ്റ്റേ ആണെങ്കിൽ വെക്കാൻ വിടും. ഇവരിപ്പം കൂട്ടിയിട്ട് പോകുന്നതാണെങ്കിൽ വെക്കാൻ വിടാൻ ചാൻസ് ഇല്ല. കാരണം ഈ മാനേജേഴ്സാണ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുക. നോക്കാം, ചില പെട്രോൾ പമ്പിൽ ചോദിക്കൊന്നുമില്ല, അടച്ചൊന്നുമില്ല, ഒരാൾ നിൽക്കും. നോക്കാം. പിന്നെ നമുക്ക് ഇനി അടുത്ത നാളൊരു വില്ലേജ്, ഇവരുടെ ട്രഡീഷണൽ വില്ലേജിലൊക്കെ പോയുള്ളത്. അപ്പോൾ വില്ലേജ് ഇവിടെ അടുത്ത് തന്നെയാണ്, ആകെ ഒരു 3 കിലോമീറ്ററും കൂടി ഉള്ളൂ. നാളെ അങ്ങോട്ട് പോകട്ടോ, അതിൻ്റെ കാഴ്ചകളാക്കിയിട്ട് വരാം. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.